തുടർച്ചയായുള്ള മഴയ്ക്ക് ശേഷം ആകാശമൊന്ന് തെളിഞ്ഞപ്പോഴേക്കും ബൈക്കൊന്ന് സർവീസ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോഴേക്കും എന്തായാലും ഉടൻ മഴയില്ലെന്ന് കരുതി ഒരു യാത്ര പോകാമെന്ന് വെച്ചു. തമിഴ്നാട്ടിലെ നാഗർകോവിൽ, തെങ്കാശി, വിരുദുനഗർ, തേനി ഇവിടെയെല്ലാം സന്ദർശിച്ചെങ്കിൽ ഈ ജില്ലകളോടെല്ലാം ചേർന്ന് കിടക്കുന്ന തിരുനെൽവേലി സന്ദർശിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് തിരുനെൽവേലിയിലേക്കാണ് യാത്ര. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി തിരുവല്ലം, വിഴിഞ്ഞം, കോവളം വഴി പോകുന്ന പുതിയ ഹൈവേയാണ് ഇപ്രാവശ്യവും തിരഞ്ഞെടുത്തത്. മാസങ്ങൾക്ക് മുമ്പ് നാഗർകോവിൽ യാത്ര പോയപ്പോഴും ഈ ഹൈവേയാണ് തിരഞ്ഞെടുത്തിരുന്നത്. ഉദിയൻകുളങ്ങര കഴിഞ്ഞ് അഞ്ചലിക്കോണം എന്ന സ്ഥലം വരെ അന്ന് പൂർത്തീകരിച്ച അതേ നിലവിൽ തന്നെയാണ് ഇപ്പോഴും ഹൈവേയുടെ അവസ്ഥ. ഇത് നാഗർകോവിൽ തിരുനെൽവേലി ഹൈവേ. നാഗർകോവിൽ കഴിഞ്ഞാൽ അടുത്തത് തോവാള, അത് കഴിഞ്ഞ് അരുൾവായ്മൊഴി എന്നീ സ്ഥലങ്ങളാണ്. ഇത് കഴിഞ്ഞാണ് തിരുനെൽവേലി വരുന്നത്. യാത്ര തുടങ്ങുന്ന സമയത്ത് വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നുവെങ്കിലും അരുൾവായ്മൊഴി ഏകദേശം അടുത്തെത്തിയപ്പോഴേക്കും മഴ ഏത് സമയത്തും പെയ്യാം എന്നൊരവസ്ഥയിലായി. ഇവിടെ നിന്നും തിരുനെൽവേലിക്ക് ഏകദേശം 75 കിലോമീറ്ററോളം ദൂരമുണ്ട്. അടുത്തെങ്ങും കടകളോ വീടുകളോ ഒന്നുമില്ലാത്ത ഈ ഹൈവേയിൽ കൂടിയുള്ള യാത്രയിൽ ഒരു മഴ പെയ്താൽ നനയുകയല്ലാതെ വേറെ മാർഗമില്ല. നാഗർകോവിൽ നിന്നും അരുൾവായ്മൊഴി വരെയുള്ള ഈ പ്രദേശം വളരെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ സ്ഥലമാണ്. ഇത് അരുൾവായ്മൊഴിയിലുള്ള ഒരു മലനിരയാണ്. ഇതിൻ്റെ മുകളിൽ വെള്ള നിറത്തിലുള്ള യേശുദേവൻ്റെ ഒരു സ്വരൂപം കാണാം. ആ സ്വരൂപം ഇരിക്കുന്ന സ്ഥലത്താണ് ശുദ്ധ ദേവസഹായം പിള്ളയുടെ പ്രസിദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കാറ്റാടി മല എന്നും ഈ സ്ഥലത്തെ പറയപ്പെടുന്നു. ഇതുവഴി മുന്നോട്ട് പോകുമ്പോഴാണ് സെയിൻറ്റ് ദേവസഹായം പിള്ളയുടെ ദേവാലയത്തിലേക്കുള്ള വഴി. ഈ മലമുകളിൽ കാണുന്ന ദേവാലയമാണ് സെയിൻറ്റ് ദേവസഹായം പിള്ളയുടെ ദേവാലയം. ഹൈവേയിൽ നിന്ന് നമ്മൾ കണ്ട യേശുദേവൻ്റെ രൂപമാണ് ഈ മലമുകളിൽ ഇപ്പോൾ കാണുന്നത്. ഈ ദേവാലയത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും കൂടുതൽ ചിത്രങ്ങളും എൻ്റെ പിൽഗ്രിം ചാപ്റ്റർ എന്ന വീഡിയോയിൽ കാണാം. കനത്ത മഴയിൽ നിന്നും വേദശ്രമൻ എന്ന ബ്രാഹ്മണൻ്റെ നെൽപ്പാടങ്ങളെ സംരക്ഷിക്കുന്നതിനായി ശിവൻ വേലി കെട്ടിയെന്നും അങ്ങനെയാണ് തിരുനെൽവേലി എന്ന പേര് വന്നതുമായാണ് പറയപ്പെടുന്നത്. പാണ്ഡ്യ രാജവംശകാലത്ത് ഈ നഗരത്തെ തേൻപാണ്ഡ്യ നാടെന്നും തേൻപാണ്ഡ്യ സീമൈ എന്നും ആണറിയപ്പെട്ടിരുന്നത്. കുന്നുകളും കാടുകളും വയൽ പ്രദേശങ്ങളും വരണ്ട പ്രദേശങ്ങളും സമുദ്രതീരവും ഉൾപ്പെട്ട 5 തരം ഭൂപ്രദേശങ്ങൾ ഉൾപ്പെട്ട സ്ഥലമായതിനാൽ അയന്തിനൈ എന്ന പേരും തിരുനെൽവേലിക്കുണ്ട്. 1790 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്താണ് തിരുനെൽവേലി ജില്ല രൂപം കൊണ്ടത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിന്നവെല്ലി എന്നറിയപ്പെട്ടിരുന്ന തിരുനെൽവേലിക്ക് നെല്ലൈ എന്നും പേരുണ്ട്. നിരവധി കോളേജുകൾ ഉള്ളതിനാൽ തിരുനെൽവേലിയെ ഓക്സ്ഫോർഡ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. തിരുനെൽവേലി ജില്ലയിൽ നിന്നും പിൽക്കാലത്ത് രൂപം കൊണ്ട ജില്ലകളാണ് രാമനാഥപുരം, വിരുദുനഗർ, തൂത്തുക്കുടി, തെങ്കാശി എന്നീ ജില്ലകൾ. മഴ കനത്തപ്പോൾ ഒരു ടീ ബ്രേക്ക് എടുക്കാമെന്ന് കരുതി തിരുനെൽവേലി ടൗണിൽ നിരവധി തവണ പോയിട്ടുണ്ടെങ്കിലും തിരുനെൽവേലിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നും തന്നെ ഇതുവരെ ഞാൻ സന്ദർശിച്ചിട്ടില്ലായിരുന്നു. തിരുനെൽവേലി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമായ അരുൾമികു നെല്ലിയപ്പാർ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തുള്ള ഫോട്ടോ എടുക്കുന്നത് അനുവദനീയമല്ലെങ്കിലും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ഇതിൻ്റെ ചരിത്രവും ഞാൻ എൻ്റെ പിൽഗ്രിം ചാപ്റ്ററിൽ വിശദമാക്കാം. തിരുനെൽവേലി നഗരത്തിലെത്തി നെല്ലിയപ്പാർ ക്ഷേത്രത്തിൻ്റെ വഴിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പലരും ഇരുട്ടുക്കട ഹൽവ വാങ്ങാനാണോ എന്നുള്ള മറുചോദ്യമാണ് ചോദിച്ചത്. ഇരുട്ടുക്കട ഹൽവ എന്നത് തിരുനെൽവേലിയിലെ പ്രസിദ്ധമായ ഒരു ഹൽവയാണ്. ഇത് രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് ഈ കട തുറന്നു പ്രവർത്തിക്കുന്നത്. പകൽ സമയത്ത് വരുന്നവർക്ക് ഹൽവ വാങ്ങുന്നതിനായി ഈ കടയുടെ ഒരു ചെറിയ കൗണ്ടർ തൊട്ടടുത്തായി തന്നെ ഉണ്ട്. തിരുനെൽവേലി ടൗണിനടുത്ത് വേറെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നും ഇല്ലെന്നറിഞ്ഞതോടുകൂടി
ഊണ് കഴിച്ച ശേഷം തിരുനെൽവേലിയിൽ നിന്നും 75 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തിരുനെൽവേലിയിലെ തീരദേശ ഗ്രാമമായ ഉവരിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. തിരുനെൽവേലിയിൽ വരുന്നവർക്ക് വെജിറ്റേറിയൻ ഊണ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അന്നപൂർണ റെസ്റ്റോറൻറ്റ്. ഒരു വെജിറ്റേറിയൻ ഊണിന് 180 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. തിരുനെൽവേലി തിരുച്ചെന്തൂർ റൂട്ടിലുള്ള ഒരു ബീച്ചാണ് ഉവരി ബീച്ച്. ഇവിടെ നിന്നും തിരുച്ചെന്തൂരിന് 40 കിലോമീറ്റർ ദൂരമാണുള്ളത്. തിരുവനന്തപുരത്തു നിന്നും ഉവരി ബീച്ചിലേക്ക് വരുന്നവർക്ക് തിരുനെൽവേലി പോകാതെ വള്ളിയൂരിൽ നിന്നും തിരുച്ചെന്തൂർ റൂട്ടിൽ വഴി ഉവരി ബീച്ചിലേക്ക് എത്താം. തിരുവനന്തപുരം ഉവരി ബീച്ച് വരെ 140 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഉവരി എന്ന വാക്കിനർത്ഥം ലവണങ്ങളോട് കൂടിയ ചെറിയ ഉപ്പുരസമുള്ള വെള്ളം എന്നാണ്. ഉവരി ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത തിരമാലകളോ വലിയ ആഴമോ ഇല്ലാത്തതിനാൽ സുഖമായി വെള്ളത്തിലിറങ്ങി കുളിക്കാമെന്നുള്ളതാണ്. 450 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോർട്ടുഗീസ് കപ്പലിലെ നാവികർ രോഗനിമിത്തം മരണാസന്നരായപ്പോൾ കപ്പലിലുണ്ടായിരുന്ന ഒരു തൊഴിലാളി സെയിൻറ്റ് ആൻ്റണിയുടെ ഒരു രൂപം കപ്പലിൽ കൊത്തിവെക്കുകയും തുടർന്ന് കപ്പിത്താൻ ഉൾപ്പെടെയുള്ളവർ സുഖം പ്രാപിക്കുകയും തീരത്ത് വന്ന ഇവർ സെയിൻറ്റ് ആൻ്റണിയുടെ ഈ രൂപം ഒരു ചെറിയ കുടിലിൽ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് കാണുന്ന ഈ സെയിൻറ്റ് ആൻ്റണി ചർച്ച്. ഒരു വിമാനത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന കപ്പലിൻ്റെ മാതൃകയിലുള്ള ഒരു ദേവാലയമാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. സെൽവമാതാ ദേവാലയം അല്ലെങ്കിൽ കപ്പൽ മാതാ ദേവാലയം എന്നാണ് ഈ ദേവാലയത്തെ അറിയപ്പെടുന്നത്. ആരോഗ്യമാതാവിൻ്റെ പേരിലുള്ള ഇവിടെ ഉണ്ടായിരുന്ന പഴയ ദേവാലയം കാലപ്പഴക്കത്താൽ നശിച്ചപ്പോഴാണ് 1974 ഈ ദേവാലയം ഇവിടെ പണിയെഴുപ്പിച്ചത്. ഉവരിയിൽ നിന്നും തിരുച്ചെന്തൂർ റൂട്ടിലേക്ക് പോകുന്ന വഴിക്ക് പ്രസിദ്ധമായ മറ്റൊരു ദേവാലയമുണ്ട്, മണൽ മാതാ ചർച്ച്. അവിടെയാണ് ഇനി അടുത്ത ലക്ഷ്യം. ഇതാണ് മണൽ മാതാ ചർച്ച്. നല്ല മഴക്കോളുണ്ടായിട്ടും ഞാൻ ഈ ദേവാലയം സന്ദർശിക്കാൻ തീരുമാനിച്ചതിന് കാരണം ഈ ദേവാലയത്തിന് ചുറ്റുമുള്ള മണലിന് ചുവന്ന കളറാണ്. ഇത് നമ്മൾ സാധാരണ പറഞ്ഞ ചെമ്മണ്ണല്ല. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഭൂനിരപ്പിൽ നിന്നും താഴെയാണ് ഇത് പണിതിരിക്കുന്നത്, അണ്ടർഗ്രൗണ്ടിലാണ്. ഒരു ചെറിയൊരു ദേവാലയമാണ് മാതാവിൻ്റെ പേരിലുള്ള ഈ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങളും മറ്റ് വിവരണങ്ങളും എൻ്റെ പിൽഗ്രിം ചാപ്റ്ററിൽ ഞാൻ ഉൾപ്പെടുത്താം. സ്ഥലങ്ങളുടെ വിവരണങ്ങളും അവരുടെ ചിത്രങ്ങളും എൻ്റെ ഈ ട്രാവൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ദൈർഘ്യം കൂടുമെന്നതിനാലാണ് ഞാനത് പിൽഗ്രിം ചാപ്റ്ററിൽ ഉൾപ്പെടുത്തുന്നത്. തിരുനെൽവേലി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ജില്ലയുടെ വിശേഷമായി വീണ്ടും കാണാം. താങ്ക് യു.